പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ബെഥനിയുടെ 2-ാം നൂറ്റാണ്ടിലെ 1-ാമത്തെ വർഷത്തിലാണ് നമ്മൾ. ഈ വർഷമാണ് നമ്മുടെ 2-ാം നൂറ്റാണ്ടിലെ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനമിടേണ്ടത്. ബെഥനിയുടെ 2-ാം നൂറ്റാണ്ടിനെ ആത്മനിറവിൻ്റെയും ദൈവകൃപാ പ്രവാഹത്തിൻ്റെയും ഒരു പുതുയുഗമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കരുണയുടെ 6 അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമത്, കരുണ ദൈവത്തിന്റെ സ്വഭാവത്തിൽ തന്നെയുള്ളതാണ്, അവിടുത്തെ സത്തയിൽ തന്നെയുള്ളതാണ്. ആർദ്രത, ദയ, അലിവ്. 2, നമ്മളോട് ദൈവം കാട്ടുന്ന ദീർഘക്ഷമ. പാപികളായ മനുഷ്യരോട് ദൈവം കാട്ടുന്ന ദീർഘക്ഷമ അനുഭവിക്കുന്നവരോടേ ഉള്ളൂ. 3, നമ്മുടെ തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കണം, പക്ഷെ ശിക്ഷ ദൈവം ഇളവ് ചെയ്തു തരുന്നു. അതാണ് കരുണ. കരുണയോടെ, ദയയോടെ, അലിവോടെ ശിക്ഷ ഇളവ് ചെയ്തു തരുന്നു. 4, വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനം തരുന്നു. 5, നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പൊന്നു തമ്പുരാൻ പരിഹാരം ചെയ്യുന്നു. അതിനേറ്റവും ഉത്തമ തെളിവാണ് കുരിശുമരണം. 6, സർവശക്തനായ ദൈവം കരുണയോടെ നമ്മുടെ മേൽ കൃപ ചൊരിയുന്നു. ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും അർഹിക്കാത്ത നന്മകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു. അർഹിക്കുന്ന ശിക്ഷ തരുന്നില്ലെന്ന് മാത്രമല്ല, അർഹിക്കാത്ത കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നു. ഈ 6 അർത്ഥതലങ്ങൾ യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈ 6 ഗുണങ്ങളും, ഈ 6 ലക്ഷണങ്ങളും, കരുണയുടെ ഈ 6 ഗുണങ്ങളും ഉണ്ടായിരിക്കണം. നമ്മൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നമ്മൾ പരിഹാരം ചെയ്യണം. അവർക്ക് ശിക്ഷ വരും, അത് ഇളവ് ചെയ്തു കൊടുക്കുക. ലഘുവായി മാത്രം മറ്റുള്ളവർക്ക് അവരർഹിക്കാത്ത നന്മകൾ കൊണ്ട് നിറയ്ക്കണം. കൃപ ഒഴുക്കി കൊടുക്കണം. നമ്മുടെ ജീവിതങ്ങൾ കൃപയുടെ നീർച്ചാലുകളായി മാറണം. ദൈവത്തിൽ നിന്ന് കരുണ സമൃദ്ധമായി സ്വീകരിച്ചാലേ നമുക്ക് മറ്റുള്ളവരുടെ മേൽ കരുണ ഒഴുക്കി കൊടുക്കാൻ സാധിക്കൂ. 3 നോമ്പ് ദൈവത്തിന്റെ അതിരറ്റ കരുണയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അനുതാപപൂർവം അങ്ങിലേക്ക് തിരിയാം. അതുപോലെ മറ്റുള്ളവരോട് നമ്മൾ അതിരറ്റ കരുണ കാണിക്കുകയും ചെയ്യണം. പാപി മരിക്കണമെന്നല്ല, മനസ്സു തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പാപി മരിക്കണമെന്നല്ല, മനസ്സു തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം എന്ന് മനസ്സിലാക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുള്ള വിശ്വാസമല്ല, പ്രത്യാശയോടെ വിശ്വാസം ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ രക്ഷ ദർശിക്കാൻ. ഇത് നമുക്കും നമ്മുടെ ജനത്തിനും ഒക്കെ ഉത്തമമായ മാതൃകയാണ്, വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇത് പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക് ഈ വചനഭാഗം വലിയ പ്രത്യാശ നൽകും. അതുകൊണ്ട് നമുക്കും ഇപ്രകാരം പ്രത്യാശയോടെ തമ്പുരാനെ നോക്കി വിളിക്കാൻ. നമ്മുടെ കർത്താവ് മർത്തയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലാസർ മരിച്ച് അടക്കം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് മർത്തയോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. മരിച്ച ജീർണിച്ച ശരീരം പിന്നെ ജീവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അനുതാപത്തോടെ കർത്താവിലേക്ക് തിരിഞ്ഞ് വിശ്വാസമേറ്റു പറഞ്ഞാൽ ദൈവമഹത്വം ദർശിക്കും, ഉറപ്പാണ്. ഈ വാചകത്തിന്റെ അതുല്യ ശക്തി, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവ് പറഞ്ഞ ആ വാക്കുകളുടെ അതുല്യ ശക്തി. അതുപോലെ യോന പ്രവാചകൻ വിശ്വസിച്ചേറ്റു പറഞ്ഞപ്പോൾ സംഭവിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ മാതൃക നൽകുന്നു. നമ്മുടെ ആധ്യാത്മികതയിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യവും അനുകമ്പപൂർവ്വം കർത്താവിലേക്ക് തിരിയേണ്ടതിന്റെ ആവശ്യകതയും ഈ 3 നോമ്പിൽ
നിനവയുടെ മാതൃകയിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഒരുങ്ങാം. സകല ജനത്തിനും ദൈവത്തിന്റെ കരുണ വാങ്ങിച്ചു കൊടുക്കാനുള്ള ദിനങ്ങളാക്കി മാറ്റണം ഈ വലിയ നോമ്പ്. അതിനായിട്ട് ഈ 18-ാം ഇടയിൽ വളരെ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, നമ്മെ തന്നെ ഒരുക്കാം. അനുതാപത്തോടെ പൊന്നുതമ്പുരാന്റെ വഴികളിലേക്ക് തിരിയാം. അങ്ങനെ അനുതാപത്തോടെ പൊന്നുതമ്പുരാന്റെ വഴികളിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ ദൈവമഹത്വം ദർശിക്കും, അത്ഭുതം ദർശിക്കും. ലോകത്ത് അത്ഭുതകരമായ പരിവർത്തനങ്ങൾ സംഭവിക്കും. പിതാവ് പറഞ്ഞ 3 ലക്ഷ്യങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു സഭ, എല്ലാവരും ഒന്നാകുന്നു. ഒരു മതം, എല്ലാവരും യേശു മാത്രം കർത്താവിനെ ഏറ്റു പറയുന്ന അവസ്ഥ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ എല്ലാവരും ദൈവൈക്യത്തിലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന അവസ്ഥ. നമ്മൾ ബഥനി മക്കളെല്ലാവരും വിശുദ്ധ ജീവിതം നയിച്ച് ദൈവൈക്യത്തിലെത്തിയാൽ തന്നെ മലങ്കര സഭയ്ക്ക് വലിയ മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഈ നോമ്പുകാലത്തിലേക്ക്, നമ്മുടെ 2-ാം നൂറ്റാണ്ടിന്റെ 1-ാം വർഷം, 1-ാമത്തെ നോമ്പുകാലമാണിത്. ബഥനിയുടെ 2-ാം നൂറ്റാണ്ടിലെ 1-ാമത്തെ വർഷത്തിലാണ് നമ്മൾ. ഈ വർഷമാണ് നമ്മുടെ 2-ാം നൂറ്റാണ്ടിലെ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനം ഇടേണ്ടത്. നമ്മുടെ ആധ്യാത്മികതയ്ക്ക് എപ്രകാരം അടിസ്ഥാനം ഇടണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും തിന്മ നിറഞ്ഞ പശ്ചാത്തലമാണ് നമ്മൾ കാണുന്നത്. അതിന് പരിഹാരമായി ഇപ്രകാരം വലിയൊരു മാതൃക കർത്താവ് നമുക്ക് കാണിച്ചു തന്ന് വലിയ നോമ്പിലേക്ക് ഈ മനോഭാവത്തോടെ പ്രവേശിക്കാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്രകാരം നമുക്ക് പ്രവേശിക്കാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ഇനി വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അടുത്ത ധ്യാനം കാണും. അപ്പോൾ നമുക്ക് നോമ്പുകാലം കൂടുതലായിട്ട് ധ്യാനിക്കാം. എന്തിനാണ് ബഥനിയുടെ ആധ്യാത്മികത ആരാധനക്രമത്തിൽ അധിഷ്ഠിതവും വചനാധിഷ്ഠിതവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബഥനിയുടെ ആധ്യാത്മികത വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവും ആയിരിക്കണം. എന്തുകൊണ്ട്? ബഥനിയുടെ സിദ്ധിയാണ് അതിന് കാരണം. എന്താണ് ബഥനിയുടെ സിദ്ധി? ബഥനിയുടെ സിദ്ധിയുടെ 2 വശങ്ങൾ. ഒന്ന്, നമ്മുടെ ഒരു ബീയിങ് ആസ്പെക്ട്, നമ്മളായിത്തീരേണ്ട ഒരു കാര്യം. 2, നമ്മുടെ ശുശ്രൂഷ ഡൂയിങ് ആസ്പെക്ട്. സിദ്ധിയിൽ, കാരിസത്തിൽ ഒരു ബീയിങ് ആസ്പെക്ട് ഉണ്ട്, ഒരു ഡൂയിങ് ആസ്പെക്ട് ഉണ്ട്. നമ്മുടെ ബീയിങ് ആസ്പെക്ട് എന്താണ്? മിശിഹാനുകരണത്തിലൂടെ സ്ത്രീയേക ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ അപങ്കുരം പങ്കുചേരുക. നമ്മുടെ വിശുദ്ധ നിയമത്തിൽ എഴുതിയിട്ടുള്ളതാണ്. പുതിയ വിശുദ്ധ നിയമത്തിലെ ആർട്ടിക്കിൾ 3. പഴയ വിശുദ്ധ നിയമത്തിലും ഉണ്ടായിരുന്നു ഇത്. മലങ്കര സഭയുടെ ആധ്യാത്മിക നവീകരണം, പുനരൈക്യം, സുവിശേഷ പ്രചരണം, സ്ത്രീജനോദ്ധാരണം, അതെല്ലാം നമ്മുടെ ഡൂയിങ് ആസ്പെക്റ്റാണ്. ആദ്യത്തെ ആസ്പെക്ട്, ബീയിങ് ആസ്പെക്ട് പൂർത്തിയാക്കിയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മികത ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയായിരിക്കണം, വചനാധിഷ്ഠിതമായിരിക്കണം, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കണമെന്ന് പറഞ്ഞത്? ഒന്ന്, മിശിഹാനുകരണം സാധ്യമാകണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തിയ മിശിഹായെ അടുത്തറിഞ്ഞ് അനുകരിക്കണം. മിശിഹാനുകരണം സാധ്യമാകണമെങ്കിൽ സുവിശേഷത്തിലെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ മിശിഹായെ അടുത്തറിഞ്ഞ് അനുകരിക്കണം. അവന് അനുരൂപപ്പെട്ട ജീവിതം നയിക്കണം. അപ്പൊ വചനാധിഷ്ഠിതമാകാതിരിക്കാൻ പറ്റില്ല. വചനാധിഷ്ഠിതമായ ആധ്യാത്മികതയിലൂടെ മാത്രമേ നമുക്കിത് സാധ്യമാകൂ. സ്ത്രീയേക ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ അപങ്കുരം പങ്കുചേരണമെങ്കിൽ സ്ത്രീയേക ദൈവത്തെ അറിയണം, അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങൾ അറിയണം. അതിൽ ഇന്നെങ്ങനെ നമുക്ക് പങ്കുചേരാമെന്ന് അറിയണം. സഭയുടെ ആരാധനക്രമത്തിലൂടെയാണ് സ്ത്രീയേക ദൈവത്തിന്റെ രക്ഷാകര കർമ്മം ഇന്നും എക്കാലത്തുമുള്ള ജനതയ്ക്ക് സംലഭ്യമാക്കുന്നത്. നമ്മുടെ മിടുക്കല്ല. യേശുവിലൂടെ നിറവേറ്റിയ രക്ഷാകര കർമ്മങ്ങൾ അതിൽ സകല ജനത്തെയും തലകാല പരിമിതിയില്ലാതെ സകലരെയും പങ്കുകാരാക്കുകയാണ് സഭയുടെ ആരാധനക്രമത്തിലൂടെ. അതുകൊണ്ടാണ് ബഥനിയുടെ ആധ്യാത്മികത, ക്യാരിസം അനുസരിച്ചുള്ള ആധ്യാത്മികത വചനാധിഷ്ഠിതമാണ്,
ആരാധനക്രമത്തിൽ അധിഷ്ഠിതമാണ്. ആരാധനക്രമത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മുടെ ആധ്യാത്മികത എപ്രകാരമായിരിക്കണം, നമ്മൾ ഒരു ബഥനി സിസ്റ്റർ എപ്രകാരമായിരിക്കണം ജീവിക്കേണ്ടതെന്ന് വ്യക്തമാക്കുകയാണിത്. എന്ന് പറയുമ്പോൾ നോക്കുക, നമ്മുടെ ഓരോ നിമിഷവും രക്ഷാകരമാകണം. നമ്മുടെ ജീവിതത്തിലെ ഒരു ബഥനി സിസ്റ്ററിന്റെ ജീവിതത്തിലെ, ബഥനി സിസ്റ്റർ മാത്രമല്ല സകലരുടെയും, നമ്മളത് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഓരോ നിമിഷവും രക്ഷാകരമാകണം. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും രക്ഷാകരമാക്കാൻ, ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇന്നിവിടെ നിറവേറണം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പോലും രക്ഷാകരമാക്കണം. അതെങ്ങനെ സാധിക്കും? അവിടെയാണ് സഹനങ്ങളെ കൃപകളാക്കി മാറ്റണം. ശരിയല്ലേ? സഹനങ്ങളെ കൃപകളാക്കി മാറ്റണം. എന്നെ ഒരാൾ വേദനിപ്പിച്ചാൽ ഈശോയുടെ കരുണയെ ഓർക്കുമ്പോൾ അവരെ വിശുദ്ധീകരിക്കുക എൻ്റെ കടമയാണ്. അങ്ങനെ ഞാൻ സമർപ്പിക്കുമ്പോൾ അത് രക്ഷാകരമാക്കാം. അപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെട്ട് അവിടുത്തെ തിരുഹിതമനുസരിച്ച് ജീവിക്കാനും സഹനങ്ങളെപ്പോലും കൃപകളാക്കി അനേകർക്ക് കൃപ പ്രവാഹത്തിനുള്ള മാർഗമാക്കി മാറ്റണം നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോഴാണ് ത്രിയേക ദൈവത്തിന്റെ രക്ഷാകര കർമ്മം നമ്മിലൂടെ അഭംഗുരം പങ്കുചേരാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് സാധിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ തമ്പുരാന്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി മാറും. തമ്പുരാന്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി മാറും. സഭ സ്ഥാപിതമായതും സഭയുടെ ആരാധനക്രമവും എല്ലാം ഈ ദൈവത്തിന്റെ രക്ഷാകര കർമ്മം അഭംഗുരം തുടരാൻ വേണ്ടിയാണ്. സന്യാസം സഭയുടെ ഹൃദയമാണ്. അപ്പൊ ഇതല്ലാതെ മാർഗമില്ല. ആരാധനക്രമത്തിൽ അഭംഗുരം പങ്കുചേർന്നുകൊണ്ടാണ് സഭയുടെ ഹൃദയമായി സന്യാസം നിലകൊള്ളുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ 2-ാം നൂറ്റാണ്ട് എത്രയധികം അനുഗ്രഹപൂർണമാകും. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന അവിടുത്തെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയും അവന്റെ വേല പൂർത്തിയാക്കുകയും ചെയ്യുക സ്വന്തം ഭക്ഷണമാക്കി തീർത്തു യേശു. ഇതുപോലെ നമുക്കുമാകാം. അതാണ് സഹനങ്ങൾ പോലും കൃപകളാക്കി മാറ്റിക്കൊണ്ട് കൃപയുടെ നീർച്ചാലുകളായി ജീവിക്കാൻ, അനേകർക്ക് അനുഗ്രഹം പകരുന്ന ജീവിതം. അതിന് ഈ പറഞ്ഞതുപോലെ വചനാധിഷ്ഠിതവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവും ആയ ഒരു ജീവിതം നയിക്കണം, ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായി. അത് മാണിവാനിയോസ് പിതാവ് പറയും, ഈ മാർഗത്തിലൂടെ പോകുമ്പോഴും ധ്യാന മാർഗത്തിലൂടെയും സ്നേഹമാർഗത്തിലൂടെയും നാം മുന്നേറണം. ധ്യാന മാർഗത്തിലൂടെയും സ്നേഹമാർഗത്തിലൂടെയും മുന്നേറണം. അങ്ങനെ ദൈവത്തിന്റെ പ്രിയങ്കരായി ജീവിക്കാൻ. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു സ്നേഹിച്ച കുടുംബത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ബഥനി മാത്രമേ ഉള്ളൂ. യോഹന്നാനെ യേശു സ്നേഹിച്ചു, യേശു യോഹന്നാനെ സ്നേഹിച്ചു, യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചു. പക്ഷെ ഒരു കുടുംബമായിട്ട് പറഞ്ഞേക്കുന്നത് ബഥനിയാണ്. ലാസറിനെയും മറിയത്തെയും യേശു സ്നേഹിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മത്തയും മറിയവും ലാസർ മരിച്ചപ്പോൾ ഈശോയുടെ അടുത്ത് ആളയച്ചത് അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗബാധിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ അങ്ങ് സ്നേഹിക്കുന്നവൻ. അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്ന അംഗങ്ങൾ, ബഥനിയിലെ അംഗങ്ങൾ അങ്ങനെയാകണം. അത് ബഥനിയിലെ അംഗങ്ങളാകാൻ സങ്കുചിത മനോഭാവത്തോടെ ഞാനും എൻ്റെ സമൂഹം എന്നുള്ളതാണോ? അല്ല. സകലരും യേശുവിനെ സ്നേഹിക്കണം. യേശു സ്നേഹിക്കുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരുമാകണം. അല്ലേ? യേശു സ്നേഹിക്കുന്നവരും യേശുവിനെ സ്നേഹിക്കുന്നവരുമാകണം. അപ്പൊ ബഥനി അങ്ങനെ ആയിരിക്കണം. യേശുവിനെ സ്നേഹിക്കുകയും യേശു സ്നേഹിക്കുന്നവരാവുകയും ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ സംതൃപ്തരാകില്ല. സകലരും യേശുവിനെ സ്നേഹിക്കുന്ന, യേശു സ്നേഹിക്കുന്നവരായി തീരാൻ. അപ്പോഴാണല്ലോ സകലരും ദൈവ ഐക്യത്തിലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ തലത്തിലേക്ക് വളരുന്നത്. ഇപ്രകാരം ഒരു വളർച്ച സാധ്യമാകണം. ഇത് സാധ്യമാണോ? നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലേ? എന്തിനു സാധ്യമാകും? അപ്പൊ നമ്മുടെ ദിവസങ്ങൾ പെട്ടെന്നങ്ങ് പോകും.
2-ാം നൂറ്റാണ്ടിലെ 1-ാം വർഷം പൂർത്തിയാകുമ്പോൾ അടിസ്ഥാനം ഉറപ്പിക്കണം. അതിനാണ് നമ്മൾ ഈ ക്യാരിസത്തെ കുറിച്ചുള്ള പഠനം തന്നെ എടുത്തേക്കുന്നത്. ഈ അടിസ്ഥാനം ഉറപ്പിച്ച് മുന്നേറിയാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം അത് ശരിയാകത്തുള്ളൂ. പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്നെന്ന് പറഞ്ഞതുപോലെ അപ്പം നമുക്ക് യോനയുടെ മനോഭാവം ഉപേക്ഷിക്കാം, നിനവക്കാരുടെ മാനസാന്തരത്തിന്റെ മാതൃക സ്വീകരിക്കാം, ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കാം, ബെഥനിയുടെ സിദ്ധി അനുസരിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ നയിക്കാനായി തയ്യാറാകാം. ശിഖാനുകരണം എങ്ങനെ സാധ്യമാകും, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ മനസ്സിലാക്കണം. എങ്കിലേ അതിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. ഇത് എന്തിനാണ് ഈ ഒരു ആധ്യാത്മികത ജീവിക്കുന്നത്? മലങ്കര സഭയുടെ ആധ്യാത്മിക നവീകരണം, സുവിശേഷവൽക്കരണം, പുനരൈക്യം, സ്ത്രീജനോദ്ധാരണം, ഇത്രയും കാര്യങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ മേഖലകൾ, ആദ്യം ദൈവസമ്പാദനമാണ് സേവനത്തെക്കാൾ അത്യുത്തമമെന്ന് പറയുമ്പോൾ ഈ ആധ്യാത്മികതയിൽ അടിസ്ഥാനമിട്ട് വളർന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കും ഈ ഒരു മാതൃക കാണിച്ചു കൊടുക്കാം. ഒരു ബഥനി സന്യാസിനി അസംഖ്യ മാർഗങ്ങളിലൂടെ സകലരെയും യേശുവിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത്. എന്തൊക്കെ അസംഖ്യ മാർഗങ്ങൾ നമ്മൾ എടുക്കുന്നു. അതിലേറ്റവും പറ്റിയ മാർഗമാണ് ഈ വചനാധിഷ്ഠിതവും ആരാധനക്രമപരവുമായ ജീവിതം. അത് ധ്യാന സ്നേഹ മാർഗങ്ങളിലൂടെ ആയിരിക്കണം. ആ വിധത്തിൽ മുന്നോട്ട് പോയാൽ നമുക്ക് അതിവേഗം ആത്മീയ പുരോഗതി കൈവരിക്കാം, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ഉയർത്താനും സാധിക്കും. ഈ നോമ്പുകാലം, വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ലക്ഷ്യത്തോടെ നമുക്ക് ശ്രമിക്കാം. മലങ്കര സഭയുടെ ആധ്യാത്മികതയും ബഥനിയുടെ ആധ്യാത്മികതയുടെയും ഒരു വശം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഥനിയുടെ ആധ്യാത്മികതയിലും മലങ്കര തുറിയാനി കത്തോലിക്ക സഭയിലെ ആധ്യാത്മികതയിലും 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 3 പ്രധാനപ്പെട്ട തലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വചനാധിഷ്ഠിതം, ആരാധനക്രമപരം, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതം. 4-മത്തേത് യാമപ്രാർത്ഥന, നോമ്പ്, ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ. ഇവ കൊണ്ട് ബലപ്പെടുത്തപ്പെട്ട ആധ്യാത്മികത. യാമപ്രാർത്ഥന, നോമ്പ്, ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ. ഇവ കൊണ്ട് ബലപ്പെടുത്തപ്പെട്ട ആധ്യാത്മികത. 5 പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്ന ആധ്യാത്മികത. അനുഭവിച്ചത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്ന ആധ്യാത്മികത. ഈ ആരാധനക്രമ വർഷത്തിൽ ദൈവജനത്തിന് വ്യക്തമായ ബോധ്യങ്ങൾ കൊടുക്കേണ്ടത് ഇവയെക്കുറിച്ചാണ്. എങ്ങനെ വചനാധിഷ്ഠിത ജീവിതം നയിക്കാം, എങ്ങനെ ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാം, എങ്ങനെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാം, യാമപ്രാർത്ഥന, നോമ്പ്, ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ. ഇവ കൊണ്ട് ബലപ്പെടുത്തപ്പെട്ട ഒരു ആധ്യാത്മികത എങ്ങനെ രൂപപ്പെടുത്താം. ഈ ആധ്യാത്മികതയിലേക്ക് വളർന്നാൽ യേശുവിനെ കണ്ടുമുട്ടുന്നവർക്ക്, അനുഭവിക്കുന്നവർക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്ന ഒരു ആധ്യാത്മികത. അതിനേറ്റവും ബഥനിക്ക് മാതൃക, ബഥനിക്ക് ഏറ്റവും ഉത്തമ മാതൃക ആരാ? മറിയം. ബഥനിക്ക് ഉത്തമ മാതൃക മറിയം. ആദ്യം അവൾ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് വചനം കേട്ടു, അല്ലേ? ഏകാഗ്രചിത്തയായി പാദാന്തികത്തിലിരുന്ന് വചനം കേട്ടു. മറിയം നല്ല പങ്ക് തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് തന്നെ അഭിനന്ദിക്കുന്നു. ആ വചനാനുഭവത്തിൽ വളർന്നു കഴിഞ്ഞപ്പോഴോ യേശുവിനെ കണ്ടുമുട്ടാൻ തിടുക്കത്തിലുള്ള ഓട്ടം. അതിരാവിലെ കബറിങ്കലേക്ക് പോയത്. അപ്പൊ വചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ മുഴുവനായില്ല. എന്റെ കർത്താവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലേക്ക് വളരണം. കർത്താവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവം ഉദ്ധിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവമാണ്, അല്ലേ? അതിന് മറിയം കബറിങ്കലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാവരും യേശുവിന്റെ ശരീരം അവിടെ കാണുന്നില്ലെന്ന് കണ്ടപ്പോ ഒക്കെ പോയി, വിശ്വസിച്ചങ്ങ് പോയി. മറിയം അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. കർത്താവ് തോട്ടക്കാരന്റെ രൂപത്തിൽ വന്നു. സ്ത്രീയെ, നീ എന്തിനു കരയുന്നു? അവള് പറഞ്ഞതെന്താ?
എന്റെ കർത്താവിനെ അവരെവിടെയോ എടുത്തുകൊണ്ട് പോയി. നീയാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ പറ എവിടെ വെച്ചെന്ന്, ഞാൻ പോയി എടുത്തോണ്ട് പോയിക്കോളാം. ഇത് കേട്ടാൽ തമ്പുരാന്റെ ഹൃദയം കവരത്തില്ലേ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സേ? ഇതുപോലുള്ള തീഷ്ണത നമുക്ക് കാണണം. അപ്പൊ തമ്പുരാന്റെ ഹൃദയം കവരും. അപ്പൊ നമുക്ക് ദൈവവിളിയും കിട്ടും, ആരോഗ്യവും മെച്ചപ്പെടും, നമ്മുടെ ജീവിതങ്ങളും മെച്ചപ്പെടും, സഭയെ നവീകരിക്കാം, സമൂഹവും വളരും, എല്ലാം നടക്കും. പക്ഷേ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ മറിയം ആ കർത്താവിന്റെ പാദാന്തികത്തിൽ ഇരുന്ന് ഏകാഗ്ര ചിത്തയായി വചനം ധ്യാനിച്ചു, ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അവൾ തൃപ്തിപ്പെട്ടില്ല. അതിരാവിലെ സുഗന്ധ ദ്രവ്യങ്ങളുമായി പോവുകയാണ് കർത്താവിനെ ഒന്ന് കാണാൻ, ഇതെല്ലാം കാഴ്ചവെക്കാൻ. ചെന്നു കഴിഞ്ഞപ്പോ അവന്റെ ശരീരം അവിടെ കാണുന്നില്ല. അവള് തിരിച്ചു പോരാൻ തയ്യാറല്ല, കണ്ടല്ലാതെ പോരത്തില്ല. ഇതൊരു വലിയ ദൈവാനുഭവത്തിന്റെ വലിയൊരു തലമാണ് കേട്ടോ, കണ്ടുമുട്ടലിന്റെ അനുഭവം. ഈ ആരാധനക്രമ വർഷത്തിൽ ആപ്തവാക്യമായിട്ട് എടുത്തേക്കുന്ന വചനം എഴുതി വെച്ചിട്ടുണ്ട് താഴെ. ഏതാ? യോഹന്നാൻ 4:24. ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സമരിയക്കാരി ഈശോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു ജെറുസലേമാണ് യഥാർത്ഥ ആരാധനാലയം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു. അത് കേട്ടപ്പോ ഈശോ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷയൂതരിൽ നിന്നാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, ഇതാണ് അത്രയും പറഞ്ഞപ്പോ അവളെന്ത് പറഞ്ഞു? സമരിയക്കാരി, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോ എല്ലാം പഠിപ്പിക്കും. അല്ലേ? അതിന് തൊട്ടു മുമ്പ് ആ സമരിയക്കാരിയുമായുള്ള സംഭാഷണം ആദ്യം മുതൽ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നു, ഈശോ സമരിയക്കാരിയോട് വെള്ളം ചോദിച്ചു. സമരിയക്കാരും യഹൂദരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, സമ്പർക്കമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നീ എന്നോട് വെള്ളം ചോദിക്കുന്നേ? അപ്പൊ ഈശോ പറഞ്ഞു, നിന്നോട് ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യും. ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പൊ അവള് പറഞ്ഞു, എന്നാ പിന്നെ ആ വെള്ളം ഇങ്ങിത്താ, ഞാൻ ഇനി വെള്ളം കോരാൻ വരട്ടല്ലോ. ഈശോ പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ. അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, 5 പേരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. എന്താണ് അതിന്റെ അർത്ഥം? 2 രാജാക്കന്മാർ 27-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്ക്. സമരിയയുടെ ഉത്ഭവം പറഞ്ഞേക്കുന്നത്, പ്രവാസകാലത്ത് സമരിയക്കാരെ ബാബിലോണിലേക്ക് ചിതറിച്ചു. അപ്പോൾ ഇവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ അന്യദേശത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവർ അവരുടെ ദേവന്മാരെ പ്രതിഷ്ഠിച്ചു. സമരിയക്കാർ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ അന്യദേവന്മാരുടെ ഇടയിൽ താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇവരെ ജെറുസലേമിൽ പ്രവേശിപ്പിക്കത്തില്ല യഹൂദർ. അങ്ങനെയാണ് ഇവര് യാക്കോബിന്റെ കിണറിനരികെ ഗെരിസിം മലയിൽ ആരാധിക്കാൻ തുടങ്ങിയത്. ഇത് പറഞ്ഞ് വന്നാണ് അവസാനം പറയുന്നത്, നിങ്ങൾ പറയുന്നു ജെറുസലേമാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ. അത് പറഞ്ഞു വന്നാണ് സമരിയക്കാരി പറയാം, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, വരുമ്പോ എല്ലാം പഠിപ്പിക്കും. ഉടനെ ഈശോ തന്നെ വെളിപ്പെടുത്തിയത് നോക്കിയേ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഈ കണ്ടുമുട്ടലിന്റെ അനുഭവം ഇതാണ് വചനാധിഷ്ഠിതവും ആരാധനക്രമപരവുമായ ജീവിതം നമ്മളെ ഈ കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലേക്ക് നയിക്കും. റിയലായിട്ടുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടർ. നിരന്തരമായ വചനധ്യാനത്തിലൂടെയും ആരാധനാ ജീവിതത്തിലൂടെയും യേശുവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവത്തിലേക്ക് വരണം. വേറൊരു വിധത്തിൽ പറഞ്ഞ ഒരു എമ്മാവൂസ് അനുഭവത്തിലേക്ക് വരണം. അല്ലേ? അവിടെ ഈശോ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഉടനെ അവർ ജെറുസലേമിലേക്ക് ഓടി തങ്ങൾ അനുഭവിച്ചത് പങ്കുവച്ചു. ഇതെല്ലാം എടുത്ത് വിശകലനം ചെയ്ത് നോക്കുക. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചു നോക്കുക. നമ്മുടെ ആധ്യാത്മികതയുടെ ഈ 5 സവിശേഷതകൾ: വചനാധിഷ്ഠിതം, ആരാധനക്രമത്തിലധിഷ്ഠിതം, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതം, യാമപ്രാർത്ഥന,
നോമ്പ്, ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ ഇവ കൊണ്ട് ബലപ്പെടുത്തപ്പെട്ടത്. അതുപോലെ പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്ന ആധ്യാത്മികത. ഇതിൽ യാമപ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? യാമപ്രാർത്ഥനയുടെ ഉദ്ദേശം ഒന്നാമത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന്റെ മഹത്വീകരണം. 2, ദൈവജനത്തിന്റെയും നമ്മുടെയും സമയത്തിന്റെയും ഒക്കെ വിശുദ്ധീകരണം. യാമം മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ വിശുദ്ധീകരണം. 3, സകലരെയും ക്രിസ്തുവിൽ ഏകീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക. സകലരെയും ക്രിസ്തുവിൽ ഏകീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക. ദൈവകൃപ സകലർക്കും ഒഴുക്കിക്കൊടുക്കുക. ദൈവകൃപ സകലർക്കും ഒഴുക്കിക്കൊടുക്കുക. ഇത്രയും ലക്ഷ്യങ്ങളാണ് യാമപ്രാർത്ഥനയ്ക്കുള്ളത്. അപ്പൊ നമ്മുടെ യാമപ്രാർത്ഥന ഇതുപോലെ ദൈവവുമായുള്ള യഥാർത്ഥ ആത്മസല്ലാപത്തിന്റെ നിമിഷങ്ങളൊക്കെ ആയി മാറിയാൽ ആഴമായ ദൈവാനുഭവത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കും. ഇനി പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഇന്ന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ കുർബാനയിലൂടെയാണ് ഈ കണ്ടുമുട്ടലിന്റെ അനുഭവം പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ കുർബാനയിലൂടെയാണ് യേശുവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവം പൂർണ്ണമാകുന്നത്. ഉദ്ധിതനായ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ സജീവമായി അനുഭവിക്കുന്നതും പരിശുദ്ധ കുർബാനയിലൂടെ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും മറക്കാതെ നിരന്തരം പരിശീലിക്കാം ഇങ്ങനെ ഒരു ആധ്യാത്മികതയിലേക്ക് വളരാൻ. വചനാധിഷ്ഠിതവും ആരാധനാക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമായ ആധ്യാത്മികത, യാമപ്രാർത്ഥന, നോമ്പ്, ഉപവാസം, വർജന, പുണ്യപ്രവൃത്തികൾ ഇവ കൊണ്ട് ബലപ്പെടുത്തപ്പെട്ട ആധ്യാത്മികത പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്ന ആധ്യാത്മികത. ഈ ആധ്യാത്മികതയിലേക്ക് വളർന്നാൽ നമ്മുടെ ക്യാരിസത്തിന്റെ ബീയിങ് ആസ്പെക്റ്റും ഡൂയിങ് ആസ്പെക്റ്റും പൂർണ്ണമാകും. എന്ന് വെച്ചാൽ നമ്മൾ ആയിത്തീരേണ്ടതും നമ്മുടെ ശുശ്രൂഷ മേഖലകളും എല്ലാം സജീവമാകും. ശുശ്രൂഷ മേഖല ഏറ്റവും പ്രധാനം ദൈവജനത്തിന്റെ ആധ്യാത്മിക നവീകരണമായതുകൊണ്ട് അതിന് ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത തന്നെ വേണം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. 3 നോമ്പിലെ 4 പ്രഭാഷണങ്ങളും മലങ്കര സഭയുടെയും ബഥനിയുടെയും വചനാധിഷ്ഠിതവും ആരാധനക്രമപരവുമായ ആധ്യാത്മികതയെക്കുറിച്ചുള്ള 2 പ്രഭാഷണങ്ങളും ഒരുമിച്ച് ചേർത്ത് ധ്യാന പഠന വിഷയമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.